എനിക്കൊന്നും കണ്ടിക്കാനുള്ള ശേഷിയില്ലാത്തോണ്ട് പറയണേണ്. 10-25 വയസ്സായില്ലേ മോനെ നിനക്ക്? വല്ല പണിക്കും പോയി ജീവിക്കാൻ നോക്ക്. ദേ എന്റെ ജീവിക്കാൻ നോക്കണ്ടട്ടാ. ഓ നീ പോലെ പതിവ്രതം വന്നേക്കണ്. എടി നീ രാത്രി കെട്ടിപ്പിടിച്ചുറങ്ങണതേ ഞാൻ മേടിച്ചെന്ന ടെഡി ബിയറിനാണ്, മനസ്സിലായി? അത് ടെഡി ബിയർ അതുപോലെയാണ് ഇത്. അറ്റ്ലീസ്റ്റ് നീ നിന്റെ പ്രായത്തിനനുസരിച്ചുള്ള പിള്ളേരോടെങ്കിലും കൂട്ടുകൂടി. ദേ എന്നെന്തുവാണെങ്കിലും പറഞ്ഞോ, എന്റെ കമ്പനിക്കാരെന്തെങ്കിലും പറഞ്ഞാൽ ഞാണ്ടല്ലോ ഒരു ഹെഡ് ഷോട്ട് അങ്ങോട്ട് വരും. സോൾജിയർ സോൾജിയർ നീ എന്നാണ് ഒരു ജീവനില്ലാത്ത വിളിക്കണം. സോൾജിയർ എക്സ്പോസ് കേൾക്കണ്ടേ? അങ്ങനെയല്ല, ഒരു വനിത വെടികൊണ്ടാ മാറണം. യെസ് ബോസ് ജീവനാണ് പറ. അതിന് ഒന്നിന്റെ പോയട വേളെ. അങ്ങനെയാണ് ഞാൻ പോണേണ്. വേണ്ടായിരുന്നു ഡാ എടാ. വേണ്ട എടാ കുഞ്ഞു പെണ്ണേ, കുഞ്ഞു പെണ്ണേ. എന്തോ ഞാൻ നിന്നോട് 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഇമാര് പേരൊക്കെ എന്നെ വിളിക്കുന്നത്. എന്റെ ഫ്രണ്ട്സ് അറിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രതിച്ഛായനെ ബാധിക്കും, അറിയൂ? ഓ പിന്നെ ഇത്ര നാളെ ഞാൻ നിന്നെ കുഞ്ഞു പെണ്ണെന്നല്ലാണ്ട് പിന്നെ ഞാൻ എന്താണ് നിന്നെ വിളിച്ചോണ്ടെന്ന് വെച്ചത്? നോ, ഇത്ര നാളത്തെ പോലെ അല്ല. ലെറ്റ്സ് ബ്രേക്കപ്പ്. ആദ്യം പോയി ബ്രേക്കപ്പിന്റെ സ്പെല്ലിംഗ് കൊടുക്കി. അല്ല പിന്നെ ഞാൻ പറഞ്ഞു. എടാ ഒരു മിനിറ്റ്, അമ്മ വിളിക്കണം. ഹലോ, ആ പറ അമ്മ. മോളെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്, നോക്കാലോ നമുക്ക്? കല്യാണാലോചന? ഞാനും അശ്വലേട്ടനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാല. അശ്വലേട്ടൻ അല്ലാണ്ട് വേറൊരു പുരുഷൻ എന്റെ ലൈഫിലേക്ക് ഉണ്ടാവൂല. ദേ എന്റെ തല വെട്ടി ഇവിടെ വെച്ചാൽ പോലും ഞാൻ അശ്വലേട്ടൻ അല്ലാണ്ട് കെട്ടൂല. എന്റെ മോളെ നേവിക്കാരനാണ്, മാസം 2 ലക്ഷം രൂപ സാലറി ഉണ്ട്. നീ ആ മണ്ണന്റെ കൂടെ നടന്നു കഴിഞ്ഞാലല്ലേ നിന്റെ ജീവിതം പോക്കാണ്. ഈ മണ്ണനേക്കാളും നല്ലത് നേവിക്കാരൻ തന്നെയാണ്. അമ്മ അടുത്ത ഞായറാഴ്ച തന്നെ അവരുടെ വന്നോളാൻ പറഞ്ഞ കേട്ടാ. എനിക്ക് സമയം തോന്നും. എടാ പേടിച്ചല്ലേ? ആക്ച്വലി ഞാൻ ബ്രേക്കപ്പ് എന്നൊക്കെ വെറുതെ പറഞ്ഞത് എനിക്ക് നിന്നെ കൂടാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അത് കുഴപ്പമില്ലടാ, ബ്രേക്കപ്പിന് എനിക്ക് ഓക്കെയാണ്. അപ്പൊ ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ബ്രേക്കപ്പ്. ബൈ. കള്ളപ്പന്നി.